ഗൈസ്, നമ്മുടെ ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം കോളരി അമ്പലത്തിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. 41ന്റെ അന്ന് നിങ്ങൾക്ക് ഞങ്ങളിതേ 41 അങ്ങ് വിട്ട് തന്നേക്കുന്നു. കാരണം 41 ദിവസവും നിങ്ങളല്ലേ ഭജന പാടിയത്. അതുകൊണ്ടൊന്നും അല്ല ഞങ്ങൾക്ക് വിട്ട് തന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അമ്പലക്കാർക്ക് എന്തൊരു സ്നേഹ, അയ്യോ ഒഴുകുന്നു. അതുകൊണ്ടൊന്നും അല്ല. എന്താ തന്നെന്നറിയോ? മൈക്കില്ല. സാധാരണ അമ്പലത്തിൽ ഉണ്ടായിരുന്ന മൈക്ക് പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. 2 പുതിയ മൈക്ക് കൊണ്ടുവച്ചു എന്നുള്ള പേരിട്ടോ. ഒച്ച ഉണ്ടെന്നൊക്കെ പറയുന്നു, ആർക്കറിയാം. ഒച്ചയൊന്നും ഇല്ല കേട്ടോ. എന്താ അവസ്ഥയായിരുന്നറിയോ? ഞങ്ങൾ 4 പേരും കൂടി ഉണ്ട് പാടാന്. ഒരാൾ പാടുമ്പോൾ അടുത്തയാളിവിടെ ഏറ്റുപാടണ്ടേ? ഇനി ഏറ്റുപാടാൻ മൈക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇതെന്താ ഈ കൊച്ചു വെറും മൈക്കിന്റെ കാര്യം പറഞ്ഞിട്ട് നാണമില്ലേ? അന്നങ്ങാണ്ട് നടന്ന കാര്യം ഇപ്പൊ കിടന്ന് പറയണമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്നങ്ങാണ്ട് നടന്ന കാര്യം നിങ്ങൾക്ക് സത്യം പറയട്ടെ, ഓരോ വിഷയങ്ങളും ഓരോരുത്തരുടെ നേരെ വരുമ്പോൾ മാത്രമാണ് അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. കാര്യം പറയുമ്പോൾ മൈക്കിന്റെ കാര്യം സിമ്പിൾ, അതൊക്കെ നമുക്ക് വിട്ട് കളയാന്നേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം വേറെ വേറെ ആൾക്കാരെയൊക്കെ അവർക്ക് വിളിച്ച് വരുത്തുന്ന സമയത്ത്, നമ്മുടെ അമ്പലത്തിൽ ഭജനയ്ക്ക് വിളിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര വൻ സെറ്റപ്പ് ആക്കി വെക്കാം. വേറെ ഞങ്ങൾക്കൊന്നും വേണ്ട. ഒരു 4-5 മൈക്ക് അവർക്ക് കൊണ്ടുവയ്ക്കത്തില്ലായിരുന്നോ? അതെങ്കിലും അറ്റ്ലീസ്റ്റ് 41-ന് അവരത് ചെയ്യണ്ടായിരുന്നോ? വേറെ വല്ലവരും അവർ വിളിച്ചു വരുത്തുമായിരുന്നെങ്കിൽ അവർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയേനെ. എന്നിട്ട് ചോദ്യം ചെയ്തപ്പോൾ പറയാം, അമ്പലത്തിൽ സംഘാടകരില്ലാന്ന്. അത് അതിലും രസമുള്ള ന്യായീകരണം കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇവർ അമ്പലം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എന്തിനു നടക്കുന്നതാ? പിന്നെ അമ്പലം എന്തിനാ? ഒരു സംഘാടകരും ഇല്ലാതെ പിന്നെ അമ്പലം തന്നെ പോവുമോ? എന്ത് പൊട്ടത്തരാണ് ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾ പിള്ളേരായതുകൊണ്ട് ഞങ്ങളെ പൊട്ടനാക്കാന്നാണ് എല്ലാവരുടെയും വിചാരം. ചിന്തിക്കാനുള്ള വിവരവും ബോധമൊന്നും തലയിലില്ല. അവരെ പോലൊന്നും ചോറല്ല കഴിക്കുന്നത്, ഞങ്ങൾ വെറും മണ്ണാ തിന്നുന്ന വിചാരം. എന്ത് പറയാനാ? നിങ്ങൾക്ക് ആ വ്ലോഗ് കണ്ടാൽ മനസ്സിലാവും ഗൈസ്, എത്രമാത്രം തെമ്മാടിത്തരാ നമ്മളോട് ചെയ്തിട്ടുള്ളതെന്ന്.